ഇതിപ്പോൾ 2000 പേർക്കുള്ള 65 ആണ്. ഏകദേശം ഒരു 400 കിലോ ചിക്കൻ ഉണ്ട്. എന്തത് കസൂരി മേത്തി 50 ഗ്രാമിൻ്റെ പാക്കറ്റായി. അപ്പോൾ നല്ല മിക്സിങ് കിട്ടും. നമ്മൾ വറക്കുമ്പോൾ ഈ കട്ട പിടുത്തുണ്ടാവില്ല. വൈറ്റെള്ള് ഇട്ട് കഴിഞ്ഞാൽ വറുത്ത് കഴിയുമ്പോൾ ഒരു കാണാനൊരു അട്രാക്ഷൻ ആയിരിക്കും. അതിനു വേണ്ടി കൊടുക്കുന്ന ഇതൊന്ന് മിക്സ് ചെയ്യുന്നു. കറക്റ്റ് മിക്സിങ് ആയിക്കഴിഞ്ഞാൽ മിക്സ് ചെയ്ത് 1 മണിക്കൂർ വെക്കണം. ഇനി നമ്മൾ 1 മണിക്കൂർ വെച്ച് കറക്റ്റ് മസാല പിടിച്ചിട്ടുണ്ട്. ഈ പാകത്തിലേ വരണ്ടു. ഓവർ ഡ്രൈ ആയി കഴിഞ്ഞാൽ അതിൻ്റെ ആ 65ൻ്റെ ഒരു ടേസ്റ്റ് വരില്ല. ഞാൻ അൻവർ തലശ്ശേരി. കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ തലശ്ശേരി മട്ടൻ ബിരിയാണിയാണ് ചെയ്തത്. അതേ കാറ്ററിംഗുകാർക്ക് വേണ്ടി, തലശ്ശേരി ടേസ്റ്റി കാറ്ററിങ്ങിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. ഇന്ന് ചെയ്യാൻ പോകുന്നത് അതേ കാറ്ററിംഗുകാർക്ക് വേണ്ടിയിട്ട് ടേസ്റ്റി കാറ്ററിങ്, അവർക്ക് വേണ്ടി ചിക്കൻ 65. അതെങ്ങനെയാണെന്നുള്ളതെന്ന് നമുക്കൊന്ന് കാണാം. ഇതിപ്പോൾ 2000 പേർക്കുള്ള 65 ആണ്. ഏകദേശം ഒരു 400 കിലോ ചിക്കൻ ഉണ്ട്. 400 കിലോ ചിക്കൻ ഇതിൽ ഇട്ടിട്ട് വേണം മസാല ഇട്ട് കോട്ട് ചെയ്ത് 1 മണിക്കൂർ വെക്കണം. ഇതിന് ഉപ്പ് ഏകദേശം 400-ന് ഒരു 1.5 കിലോ ഉപ്പ് വേണ്ടി വരും. ചെറിയ പരിപാടിയെല്ലായിട്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ളൊരു കണക്ക് നമുക്ക് പറയാൻ കഴിയില്ല. ഉപ്പിൽ ഒരാൾ അളവിന് അനുസരിച്ചിട്ട് ഇടാം. കോൺഫ്ലവർ ഏകദേശം ഒരു 5 കിലോ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 5 കിലോ കോൺഫ്ലവർ, 5 കിലോ അരിപ്പൊടി. ഇതിലിനി വരേണ്ടത് മല്ലി, പുതിന, വേപ്പില മിക്സ് ചെയ്തത്, അതായത് ജ്യൂസി ആയിട്ട് അരച്ച് ചേർക്കണം. ഇത് മഞ്ഞൾപ്പൊടി, ഇത് മുളക് പൊടി. ഇതൊക്കെ ഓരോ കിലോത്തിൻ്റെ പാക്കറ്റ്. ഇത് ഓരോ കിലോത്തിൻ്റെ പാക്കറ്റ്. ഇതും ഒരു ഏകദേശം 1.5 കിലോൻ്റെ അടുത്ത് വേണം. മഞ്ഞൾപ്പൊടി നമ്മൾ കോൺഫ്ലവർ ഇട്ട് ഉപ്പ് കൊടുത്ത്, കോൺഫ്ലവർ ഇട്ട് മുളക് പൊടി കൊടുത്ത്, മഞ്ഞൾപ്പൊടി കൊടുത്ത്, ഇത് കസൂരി മേത്തി. എന്തത് കസൂരി മേത്തി അതന്നെയാണോ? ഇത് 50 ഗ്രാമിൻ്റെ പാക്കറ്റായി. അപ്പോൾ ഒരു 100 ഗ്രാം നമ്മൾ എടുക്കുന്നുണ്ട്. ഇത് തന്തൂരി മസാല. തന്തൂരി മസാല ഇത് എല്ലാവരും ചേർക്കുമെന്ന് അറിയില്ല. പക്ഷെ നമ്മൾ 65 ഉണ്ടാക്കുമ്പോൾ ഇത് കൊടുക്കാറുണ്ട് ഒരു പഞ്ചിങ്ങിന് വേണ്ടിയിട്ട്. ഇത് ചാട്ട് മസാല. ചില ആൾക്കാർ മുട്ട ചേർക്കും. അതിന് മുട്ട ചേർക്കാറില്ല. മുട്ട ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് സമയം വെക്കുമ്പോൾ അതിനൊരു സ്മെല്ല് മാറും. ഇതെന്താ ഐറ്റം? ഇത് ചാട്ട് മസാല, തന്തൂരി മസാല. അതൊരു 1/2 കിലോ വെച്ചിട്ട് കൊടുക്കും. 1/2 കിലോ 100 ഗ്രാമിൻ്റെ പാക്കറ്റ്. തന്തൂരിയും ചാട്ടും 100 ഗ്രാമിൻ്റെ പാക്കറ്റ് വരുന്നത്. അപ്പോൾ ഒരു 1/2 കിലോ വെച്ചിട്ട് കൊടുക്കും. അരിപ്പൊടി, അരിപ്പൊടി കോൺഫ്ലവറാണ് ഉപയോഗിക്കുന്നത്. ഇത് 5 കിലോൻ്റെ പാക്കറ്റ്. ഇത് 5 കിലോ കോൺഫ്ലവർ, 5 കിലോ. ഇത് മല്ലി, പുതിന, വേപ്പില ജ്യൂസ് ചെയ്തത്, കുറച്ച് വിനാഗിരി കുറച്ച് ഒന്ന് സോഫ്റ്റായി കിട്ടും. പിന്നെ ഒരു പഞ്ചിങ് ഉണ്ടാവും. ഈ ഓയിൽ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇത് നല്ല മിക്സിങ് കിട്ടും. നമ്മൾ വറക്കുമ്പോൾ ഈ കട്ട പിടുത്തുണ്ടാവില്ല. അല്ലല്ല, ഇത് രുചി ഗോൾഡ്. ഇല്ല, ഇതൊരു 2-3 പാക്കറ്റ്. അതായത് ഇത് ഇത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇത് പ്രത്യേക ടേസ്റ്റിന് വേണ്ടിയിട്ടല്ല. ഇത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ വറക്കുന്ന സമയത്ത് എണ്ണയിലിടുമ്പോൾ കോൺഫ്ലവറും അരിപ്പൊടിയൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. ഈ ഓയിൽ കൊടുത്ത് മിക്സ് ചെയ്യുമ്പോൾ കട്ട പിടിക്കാൻ സാധ്യത കുറവാണ്. ഇടിമുളക്. ഇടിമുളക് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക? നിങ്ങളുടെ കൊത്തുമുളക് എന്ന് പറയും തലശ്ശേരിയിൽ. അപ്പോൾ ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യണം. കറക്റ്റ് മിക്സിങ് ആയിക്കഴിഞ്ഞാൽ മിക്സ് ചെയ്ത് 1 മണിക്കൂർ വെക്കണം. അതിനൊരു പിടുത്തം വരാം. വറക്കുന്ന സമയത്ത് കുറച്ച് വേപ്പിലയും കൂടി കൊടുക്കുക.
ലാസ്റ്റ് അവസാനമായിട്ട് വൈറ്റ് എള്ള് ആഹാ. വൈറ്റ് എള്ള് ഇട്ട് കഴിഞ്ഞാൽ വറുത്ത് കഴിയുമ്പോൾ ഓ. ഒരു കാണാനൊരു അട്രാക്ഷൻ ആയിരിക്കും. ഇനി നമ്മൾ 1 മണിക്കൂർ വെച്ച് കറക്റ്റ് മസാല പിടിച്ചിട്ടുണ്ട്. നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ. അതും കൂടി ഇതിൻ്റെ മിക്സിങ് പെട്ടതാണ്. 1 മണിക്കൂർ വെച്ച് കറക്റ്റ് മസാല ഒക്കെ പിടിച്ചിട്ടുണ്ട്. അല്ല കുറച്ച് കോരിയിടാം. ഒരുപാട് ഓവറായത്. ഒരുപാട് ഓവറായി കഴിഞ്ഞാൽ കറക്റ്റ് ഡ്രൈ ആയി കിട്ടൂല. ഓക്കെ, ഒന്ന് ഇളക്കി നോക്കാം. അധികം ഡ്രൈ ആവരുതല്ല. അധികം ഡ്രൈ ആവരുത്. അധികം ഡ്രൈ ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റും നമുക്ക്. ഒരു 5 മിനിറ്റ് 6 മിനിറ്റേ വേണ്ടു ഒരു ട്രിപ്പ് വറക്കാൻ വേണ്ടി. ഏകദേശം ആയിട്ടുണ്ട്. ഇപ്പോൾ കോരിയെടുക്കാം. 5-6 മിനിറ്റ് ഇത്രേ ഉള്ളൂ. ഓവർ ഡ്രൈ ആയി കഴിഞ്ഞാലേ അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടൂല. അപ്പോൾ 65 ആയി. ഇതിൽ ഇനിയൊന്നും ചേർക്കില്ല. ഇല്ല, കഴിഞ്ഞല്ലോ. ഈ പാകത്തിലേ വേറണ്ടു. ഓവർ ഡ്രൈ ആയി കഴിഞ്ഞാൽ അതിൻ്റെ ആ 65ൻ്റെ ഒരു ടേസ്റ്റ് വരില്ല. ഇതാണ് അതിൻ്റെ പാകം. ഒരു കുഞ്ഞ് പീസ് എടുത്ത് ഞാൻ അത് ഉണ്ടാക്കി വെച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. കുഞ്ഞ് ചെറുത്. ഓക്കെ, ഉള്ളതാ.